Good evening to all. ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഒരു വിശിഷ്ട അതിഥിയെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാനാണ് ഒരുങ്ങിയിരിക്കുന്നത്. അപ്പം ആ വിശിഷ്ട അതിഥി എന്തു പറഞ്ഞാലും പാട്ട് രൂപേണയെ സംസാരിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ആ വിശിഷ്ട അതിഥിയെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ആളെ കണ്ടിട്ട് പരിചയമുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഓക്കെ. എന്നാ ഞങ്ങൾ ചെറിയ ഇന്റർവ്യൂവിലേക്ക് കിടക്കുകയാണ്. എനിക്ക് ഭവതിയുടെ പേരറിയാം, പക്ഷെ ഈ ഇരിക്കുന്നവർക്ക് അറിയില്ല എന്നാണ് തോന്നുന്നത്. അപ്പം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. പലയിടത്തും വീടും സ്ഥലവും ഒക്കെ ഉണ്ടെന്നറിയാം. എന്നാലും എവിടെയാണ് ഭവതിയുടെ ദേശം? എന്റെ ദേശം ഈ ധരയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് എന്റെ ശാശ്വത വീട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. താങ്ക് യു. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളിൽ പലർക്കും ചോദിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഭവതിയോട് ചോദിക്കുന്നത്, ഭവതിക്ക് എത്ര വയസ്സുണ്ട്? 70 മാത്രം. ഓ, അത് കണ്ടാ പറയില്ല കേട്ടോ. അപ്പൊ 80 ആയല്ലേ? എന്താണ് ഇതിന്റെയൊക്കെ രഹസ്യം? ഓക്കെ, ആനുകാലിക പ്രശ്നങ്ങളെ ആസ്പദമാക്കി 1-2 ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. ലോകത്ത് മൊത്തം റിസഷന്റെ ബുദ്ധിമുട്ടിലാണല്ലോ. അപ്പം ഈ ഓവർ ടൈം ഒക്കെ ചെയ്ത് എവിടെയാണ് ഈ ബാങ്ക് ഡെപ്പോസിറ്റ് സൂക്ഷിക്കുന്നത്? എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. താങ്ക് യു. സത്യം പറഞ്ഞാല് യൂറോപ്പിന്റെ ഗമിയേ ഉള്ളൂ അല്ലേ, ബാങ്കിലൊന്നുമില്ല. കഷ്ടം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഈ ലോക ജീവിതം കഷ്ടപ്പാടാണെന്നാണ്. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നോടിനേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. താങ്ക് യു. വളരെ ബ്യൂട്ടി കോൺഷ്യസ് ആണെന്നറിയാം. എന്നാലും ചോദിക്കുകയാണ്, ഈ ബോഡി ഇങ്ങനെ മെലിഞ്ഞ് സൂക്ഷിക്കുന്നതിന്റെ രഹസ്യം എന്താണ്? ചുരുക്കം പറഞ്ഞാല് റിസപ്ഷൻ ആയാലും ഡ്യൂട്ടി ആയാലും അല്പം അപ്പവും ഇത്തിരി വെള്ളവും കഴിച്ചാൽ മതി. 80 കഴിഞ്ഞാലും 40ന്റെ ബോഡി. ഏത് സോപ്പാണാവോ യൂസ് ചെയ്യുന്നത്? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ വരുന്നുണ്ട്. അതിന്റെ സാമ്പത്തിക മാന്യത്തെ കുറിച്ച് മനസ്സിലാക്കുമെന്ന് അറിയാം. എന്താണ് അഭിപ്രായം അതിനെ പറ്റിയുള്ളത്? ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. താങ്ക് യു. ഇപ്പോൾ മനസ്സിലായി ഫണ്ടിങ് ഒക്കെ എങ്ങനെയാണ്. ഇപ്പോൾ മനസ്സിലായി ഫണ്ടിങ് ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ. അപ്പം എല്ലാവരും അതുകൊണ്ട് അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ സാമങ്കളാണെന്ന് ഇങ്ങനെ കേട്ടായിരുന്നു. പുള്ളിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? വന്നിച്ചിടാൻ എനിക്കില്ല
ചോദിക്കട്ടെ? നമുക്കെല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ആണല്ലോ മറ്റുള്ളവരുടെ കുടുംബജീവിതത്തെ പറ്റി അറിയാൻ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. ഭർത്താവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അപ്പൊ ഇതുപോലെ സുന്ദരനെ കണ്ടിട്ടില്ല എന്ന് നമ്മുടെ ഭഗവതി പറയുന്നത്. അടുത്തതായി എത്ര മക്കളുണ്ട്? 2. ഓ അത് മതി, നല്ല കാര്യം കേട്ടോ. ഓക്കെ. അയൽക്കാരൊക്കെ അച്ഛനോട് പരാതി പറയുന്നെന്ന് കേട്ടു. വീട്ടിൽ ഭയങ്കര കുടുംബകലഹമാണെന്ന്. അതേപറ്റി ഭഗവതിയുടെ അഭിപ്രായം എന്താണ്? അപ്പൊ കേട്ടതൊക്കെ സത്യമാണല്ലേ? അടുത്തതായി നിങ്ങൾ രണ്ടുപേരും ഡ്യൂട്ടി ചെയ്ത് പരസ്പരം കാണാറില്ല എന്നാണ് പറയുന്നത്. രണ്ടുപേരും മാറി മാറി ഡ്യൂട്ടി ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴാണ് ഈ ഒന്നിച്ച് കാണുന്നത്? അതൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. മതി, നമുക്കതിപ്പം മനസ്സിലായി. ഇവിടെ പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പം നിർത്താമേ. അപ്പം ഭഗവതി സെന്റ് പീറ്റേഴ്സ് മാർത്തോമ ചർച്ചിൽ നിന്നാണല്ലേ പറഞ്ഞത്? അതെ. അപ്പം പള്ളിയെ കുറിച്ച് 1-2 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ? എന്നാലും നമ്മുടെ ചർച്ച് മെമ്പേഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഭഗവതിയുടെ? അപ്പം ഭഗവതി ഇതുപോലൊരു ജാതിയെ ഇതിനു മുമ്പ് വേറെ കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. താങ്ക് യു. വളരെ നല്ല അഭിപ്രായമാണ്. എല്ലാവരെയും പറ്റി ഇപ്പം മനസ്സിലായല്ലോ, ഭഗവതിയുടെ അഭിപ്രായമാണ്. പിന്നെ നിങ്ങളുടെ അച്ഛനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് സാബുസി മാത്യു, റവറൻഡ് സാബുസി മാത്യു, അച്ഛനെ കുറിച്ച് എന്താണ് അഭിപ്രായം താങ്കളുടെ? ഓക്കെ. അപ്പൊ അച്ഛനെ ഒതുക്കാൻ ഒരു വഴിയും ഇല്ലല്ലേ? അച്ഛനിന് 1 വർഷം കൂടിയേ ഉള്ളൂ എന്നും ട്രാൻസ്ഫർ ആണ് അത് കഴിഞ്ഞെന്നും കേട്ടു. അപ്പം ചർച്ച് മെമ്പേഴ്സൊക്കെ എങ്ങനെയായിരിക്കും? അവർക്ക് വളരെ വിഷമമായിരിക്കും അല്ലേ? ഇപ്പൊ അച്ഛനെ എല്ലാവരെയും ഷോ ഓഫ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതും ഭഗവതിയുടെ മാത്രം